എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമ്പൂർണ്ണ വിഷുഫലം ഈ വരുന്ന ഏപ്രിൽ 2025 ഏപ്രിൽ 2025 മുതൽ വരുന്ന 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് റൈറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷു ഫലമാണ് നമ്മൾ പറയുന്നത്. Seven of Swords, Emperor energy, Hierophant, Ten of Pentacles, Death card, അതുപോലെ തന്നെ 6 of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 7 of Swords ആൻഡ് ഡെത്ത് കാർഡ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയിട്ട് എടുത്തു പറയുന്നത് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വർഷക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൂട്ടുകച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ബിസിനസ്സൊക്കെ മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളെ അവിശ്വസിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാത്തിനും ഒരു ലീഗൽ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും അതായത് അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല, അതൊരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിനിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ്. എല്ലാവരും അതുപോലെ നോക്കണം എന്നുള്ളതല്ല. അതായത് എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ലീഗലായിട്ട് എല്ലാം വരുത്തുക. അതായത് ഒഫീഷ്യൽ അല്ലാത്ത കാര്യങ്ങൾ, അതായത് ഒഫീഷ്യൽ പാർട്ട്ണർ അല്ല എന്ന് പറയുമ്പോൾ അതായത് ബാധ്യതകളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാത്തിനും കണക്ക് വയ്ക്കുക. അതായത് ലീഗലായിട്ട് പേപ്പേഴ്സിൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ഇനി നിങ്ങൾ കടമായിട്ടാണ് കൊടുക്കുന്നത്, വലിയൊരു തുകയൊന്നും അല്ല എങ്കിലും അഥവാ തിരിച്ച് കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, ബന്ധം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല, നിങ്ങൾ ഒരാൾക്കൊരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണ്, നിങ്ങളെ കൊണ്ടത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചടയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ഒരു അടുപ്പമാണെങ്കിൽ അതൊരു പേപ്പർ വർക്കിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുക. പിന്നെ പരമാവധി ഒരു വർഷം കടം കൊടുക്കാതിരുന്നാൽ അത്രയും നല്ലത്. കാരണം നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള വഴികൾ കണ്ടെത്തുക, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷേ സാഹചര്യം ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് പല കാര്യങ്ങളും പുതിയ തുടക്കമായിരിക്കും. അപ്പോൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ എന്ത് കാര്യമാണോ തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യം തുടങ്ങുകയാണ് എങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും അത് തുടങ്ങാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങിയ അത്രയും ഉത്സാഹം പിന്നീട് അങ്ങോട്ടേക്ക് കാണുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകില്ല. അപ്പോൾ ഒരു കാര്യം തുടങ്ങാൻ മാത്രമല്ല ഉത്സാഹം വേണ്ടത്, തുടങ്ങി വെച്ച് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും അതേ ഉത്സാഹം തന്നെ കാണിക്കണം. തുടങ്ങിയ ദിവസം ഉദ്ഘാടനമൊക്കെ നല്ല രീതിയിൽ നടത്തി, അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോൾ ആ ഉത്സാഹം പിന്നീട് കാണാറില്ല ചില ആളുകളിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് എങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തുടങ്ങുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ എംപറർ എനർജി ആൻഡ് 10 of Pentacles എനർജിയാണ്. കുടുംബാന്തരീക്ഷത്തിൽ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂട്ടുകുടുംബമാണ് എങ്കിൽ, ഇവിടെയും വീണ്ടും പറയുന്ന ഒരു കാര്യം കൂട്ടുകുടുംബമാണ് നിങ്ങളെങ്കിൽ, ഇപ്പോൾ സഹോദരങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു, അച്ഛനമ്മ, 2 സഹോദരങ്ങൾ, വിവാഹിതരായവർ, കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ വീട്, കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ന ആൾക്കാണ് വീട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവില്ല, വാക്കാൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വീട് ഇന്ന ആൾക്കായതുകൊണ്ട് ആ വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അറ്റകുറ്റപ്പണി ചെയ്യുന്നു, പുതുക്കി പണിയുന്നു, ഇതെല്ലാം ചെയ്യുന്നത് ഒരു വ്യക്തിയായിരിക്കും. കാരണം ആ വീട് ഭാവിയിൽ അവർക്ക് ചെന്ന് ചേരുമെന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതൊരു മുദ്രപത്രം, ഈ ഒരു സാഹചര്യം എടുത്തു പറയുന്നത്
സിറ്റുവേഷൻസ് വരുമ്പോൾ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നല്ല, ചില ആളുകളുടെ കാര്യത്തിൽ അത് മനഃപൂർവ്വം തന്നെ ആവാം. ഇപ്പോൾ 2 സഹോദരങ്ങളുണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ആണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കാണ്, അതുകൊണ്ട് നിങ്ങളത് പുതുക്കി പണിയുക എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു രേഖ ഉണ്ടായിരിക്കണം. കാരണം പിന്നീട് എപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ആ വീട് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലാണെങ്കിൽ ആ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുന്നു, മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട് വിൽക്കാനുള്ള സാഹചര്യത്തിലേക്ക്, കാരണം ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരാളോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി ആ വ്യക്തിക്ക് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ എളുപ്പമായതുകൊണ്ടായിരിക്കും. എന്തു തന്നെ ആയാലും എല്ലാത്തിനും ഒരു രേഖ ഉണ്ടാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ പറയുന്ന സുന്ദരമായിട്ടുള്ള കുടുംബം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രേഖകൾ എല്ലാത്തിനും കൈവശം ഉണ്ടായിരിക്കണം. വീട് എന്നൊരു പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഇല്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് എന്നുള്ള രീതിയിൽ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നീട് ഭാവിയിലേക്ക് എന്തെങ്കിലും 2 പേർക്കും എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ 2-ൽ കൂടുതലോ ആളുകളുണ്ടെങ്കിൽ അതുപോലെ, കാരണം അതവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്, പ്രോപ്പർട്ടി, വസ്തുവകകൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. എംബ്രസ് എനർജിയാണ്, 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. കൊടുക്കൽ വാങ്ങലുകളാണ്. കൊടുക്കലുകൾ മാത്രമല്ല ജീവിതം എന്നുള്ളത്. ചില ആളുകൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കും, ചില ആളുകൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അത് സ്ട്രോങ് ആയിട്ട് ഇവിടെ പറയുന്നത് കൊണ്ടാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് കരിയർ വൈസ് വളരെ നല്ല സമയമാണ്. ജോലി സംബന്ധമായിട്ട് സാധ്യതകളുള്ള സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യാൻ പറ്റിയ സമയമാണ്. ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ പുതിയ തുടക്കങ്ങൾ, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പുതിയ ജോലിക്കുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് കരിയറിൽ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ട് വർക്ക് എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ജോലി ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്നും നിങ്ങളുടെ മേലധികാരികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലോൺ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചാൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനും കാര്യങ്ങൾക്കുള്ള സമയമാണ്. പുതിയ ജോലി, സർക്കാർ ജോലി, പെർമനൻറ്റ് ജോലി കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. പ്രൊഫഷണലി അതേപോലെ സാമ്പത്തികമായിട്ട് നല്ലൊരു വർഷം തന്നെ ആയിരിക്കും. പൊതുവെ സാമ്പത്തികമായിട്ട് നല്ല വർഷമാണ് എന്ന് പറയുമ്പോൾ തന്നെ എടുത്തു പറയുന്നു, സാമ്പത്തികമായിട്ട് നിങ്ങൾ മുന്നേറുമ്പോൾ കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യത്തിൽ കവിഞ്ഞ് ആവാതിരിക്കുക, ആവശ്യമുള്ളവർക്ക് കൊടുക്കണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്കുള്ളത് സേവ് ചെയ്യാനുള്ള അവസരമാണ്. ഇപ്പോൾ അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹയറഫന്റ് ആൻഡ് ഡെത്ത് കാർഡാണ്. അപ്പം ഈ ഒരു വർഷം പൊതുവേ നിങ്ങളിപ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയതയിലും ദൈവികതയിലൊക്കെ താല്പര്യം, വളരെ ഭക്തിമാർഗം അല്ലെങ്കിൽ ത്യാഗ മനോഭാവം, സഹാനുഭൂതി, സ്നേഹം, ഇതൊക്കെ നല്ല വികാരങ്ങളാണ്. പക്ഷേ ഇതൊക്കെ അമിതമായി കഴിഞ്ഞാൽ, നമ്മൾ അമിതമായിട്ടാണെങ്കിൽ അമൃതും വിഷമാണെന്ന് പറയുന്ന പോലെ ആർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു കുടുംബമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക. ലൈഫ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ജീവിതത്തെക്കുറിച്ചിട്ട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് എന്നുള്ളതല്ല, അതിൻ്റെ ഇടയിലൂടെയും സഞ്ചരിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പോവുക. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാം, പക്ഷേ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതിരിക്കുന്നതിൽ ദുഃഖം തോന്നേണ്ട കാര്യവുമില്ല. പിന്നെ നിങ്ങൾക്ക് ആത്മീയത അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലുണ്ട്. അതേപോലെ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതി ഭഗവാനെ പ്രത്യേകം മനസ്സിൽ ധ്യാനിക്കുക. മുരുകൻ, അതായത് സുബ്രഹ്മണ്യ സ്വാമിയാണ് കൂടുതൽ ആരാധിക്കേണ്ടത് ഈ ഒരു സമയം. കാരണം
സ്ട്രാറ്റജിക്കലായിട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഷഷ്ടി വ്രതം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.